മിക്ക ഗർഭിണികൾക്കുള്ള ഡൗട്ടാണ് എൻ്റെ ഡ്യൂ ഡേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളത്. നമ്മൾ ഈ കൺസീവ് ചെയ്ത ഡേറ്റ് ഒരിക്കലും ഓർത്തിരിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ലാസ്റ്റ് മെൻസസ് ആയ ഡേറ്റിൽ നിന്ന് 40 ആഴ്ചയാണ് ഒരു പ്രഗ്നൻസി പീരീഡ് ആയിട്ട് കണക്കാക്കുന്നത്. ഈ 40 ആഴ്ച കംപ്ലീറ്റ് ആവുന്ന ദിവസമാണ് ഡ്യൂ ഡേറ്റ്. ഇത് എങ്ങനെയാ കണ്ടുപിടിക്കുക? നിങ്ങളുടെ LMP ഡേറ്റിന്റെ മാസത്തിന്റെ കൂടെ 9ഉം ദിവസത്തിന്റെ കൂടെ 7ഉം കൂട്ടിയാൽ നിങ്ങളുടെ ഡ്യൂ ഡേറ്റ് ആയി. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ലാസ്റ്റ് മെൻസസ് ജാനുവരി 1 നിങ്ങളുടെ ഡ്യൂ ഡേറ്റ് ഒക്ടോബർ 8 എപ്പോഴും ഇതാണോ ഡ്യൂ ഡേറ്റ്? അല്ല. ഇത് കൺഫേം ചെയ്യുന്നത് ആദ്യ സ്കാൻ വെച്ചാണ്. നിങ്ങളുടെ LMPയും സ്കാനിലെ ബേബിയുടെ ഗ്രോത്തും കറസ്പോണ്ടിങ് ആണെങ്കിൽ ഇത് തന്നെയാണ് ഡ്യൂ ഡേറ്റ്. എന്നാൽ ഇറഗുലർ പീരീഡ്സ് ഉള്ളവർ, ഇംപ്ലാന്റേഷൻ ഡിലേഡ് ആകുമ്പോഴൊക്കെ ഇതിൽ മാറ്റം വരാം. സ്കാനിൽ ബേബിയുടെ ഗ്രോത്തിന് ഒരാഴ്ചയിൽ കൂടുതൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ പിന്നെ സ്കാനിൽ പറയുന്ന ഡേറ്റ് ആണ് നിങ്ങളുടെ ഡ്യൂ ഡേറ്റ്. ഇനി അറിയേണ്ടത്, തുടർന്നുള്ള ഏതെങ്കിലും സ്കാനിലെ ഗ്രോത്തിന്റെ ഡിഫറൻസ് അനുസരിച്ച് നിങ്ങളുടെ ഡ്യൂ ഡേറ്റ് ചേഞ്ച് ആവുമോ? ഒരിക്കലുമില്ല. ഇപ്പൊ പലർക്കും സംശയമായി, എന്നെ ഡേറ്റിന് മുമ്പ് പ്രസവിപ്പിച്ചല്ലോ എന്ന്. അല്ലേ? ഒരു അൺകോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസിക്ക് താനേ വേദന വരാൻ വെയിറ്റ് ചെയ്യാവുന്ന ഒരു മാക്സിമം ടൈം ആണ് ഈ 40 ആഴ്ചയോ അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റോ. എന്നാൽ നിങ്ങളുടെ കുഞ്ഞിന്റെ വളർച്ച 37 ആഴ്ചയാകുമ്പോൾ പൂർത്തിയാവും. പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻസ് ലൈക്ക് ഷുഗർ BP ഒക്കെ ഉള്ളവരാണെങ്കിൽ, ലാസ്റ്റ് സ്കാനുകൾ അനുസരിച്ച് വളർച്ചക്കുറവ്, വെള്ളക്കുറവ് ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ 37 ആഴ്ച കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ലേബർ ഇൻഡ്യൂസ് ചെയ്യാൻ ഡോക്ടറെ വിളിച്ചേക്കാം. അത് ഡ്യൂ ഡേറ്റ് മാറ്റുന്നതല്ല, കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ എല്ലാം ക്ലിയർ ആയോ? എന്നാൽ നിങ്ങളുടെ LMPയും ഡ്യൂ ഡേറ്റും സ്വയം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് താഴെ കമന്റ് ചെയ്തേ. ഫസ്റ്റ് സ്കാനിലെ ഡ്യൂ ഡേറ്റും കറസ്പോണ്ടിങ് ആണോ നോക്കട്ടെ.